നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും അവരുമായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നും പിന്മാറിയാൽ അവരുടെ ഫീലിംഗ് എന്തായിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിലും, ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെയാണെങ്കിലും, നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടെങ്കിലും, ഏത് അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻ പോകുന്നതെങ്കിലും, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ കാണിക്കുന്ന ആ ഒരു കമ്മിറ്റഡ് എനർജിയിൽ നിന്നും പുറത്ത് കടന്നാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തട്ടുന്ന ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏത് റിലേഷനെ ബേസ് ചെയ്തായാലും നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാനും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരാനും അത് നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് കറൻറ്റ്ലി മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അത് വളരെയധികം ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടി തന്നെ നിങ്ങൾ അഫർമേഷൻസ് രൂപത്തിൽ എഴുതുക കേട്ടോ. മാനിഫെസ്റ്റേഷൻ എനർജിയാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെ നമ്മളൊരു ബുക്കിലേക്ക് എഴുതുന്നതാണ് അഫർമേഷൻസ്. മാനിഫെസ്റ്റേഷൻ തന്നെയാണ് അഫർമേഷൻസ്. അത് എഴുതുന്നതനുസരിച്ച് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പവർ കൂടുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അക്ഷരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശക്തമാകുന്ന ഒരു ഡിവൈൻ എനർജിയാണ്. അപ്പം അക്ഷരങ്ങളുടെ മാജിക്ക്, മിറാക്കിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി നമുക്ക് 50,000 രൂപയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വളരെയധികം ആവശ്യമല്ല അത്യാവശ്യമായിട്ട് അത് നമ്മൾ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപയുടെ അടുത്ത് കയ്യിലേക്ക് വന്ന് ചേർന്നെന്നാണ് പറയുന്നത്. അത്ഭുതകരമാകുന്ന ഒരവസ്ഥയാണെന്നും പറഞ്ഞ് അവരൊരു ഫീഡ്ബാക്ക് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ വോയിസ് ഇടുന്നതൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റില്ല. ഓരോരുത്തർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ്, എനിക്ക് വോയിസ് മെസ്സേജ് എടുത്ത് അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി ഇടാൻ അറിയില്ല. എഴുതിയിടുന്ന പല കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് ഇനി എത്തിച്ചു തരും. കാരണം നമുക്കിത് പലരിൽ നിന്നും അറിയുമ്പോഴാണ് നമുക്ക് വന്നാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്നൊരു ഇൻട്രസ്റ്റ് തോന്നുകയുള്ളൂ. ബന്ധങ്ങളിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. അഫർമേഷൻസ് എഴുതാം. നിങ്ങളുടെ ബന്ധത്തിന് ദൃഢത, മാറ്റം വരാൻ ധൈര്യമായിട്ട് നിങ്ങൾ എഴുതുക. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നടക്കുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ വെച്ച് നിങ്ങൾ ആ പണി ചെയ്യണ്ട. ഞാനിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ വ്യക്തിയോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ട് നിങ്ങളിത് എഴുതാൻ നിൽക്കണ്ട. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ ലൈഫിൽ അവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങൾ അവരെ എത്രത്തോളം വിശ്വാസത്തോടു കൂടി സ്നേഹിച്ചിരുന്നോ അതേ സ്നേഹത്തോടു കൂടി വേണം നിങ്ങൾ അഫർമേഷൻസ് എഴുതാൻ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നല്ലൊരു എനർജി ലഭിക്കുന്നതാണ്. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ബ്ലോക്കേജ് എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി പരിഹാരം ചെയ്യാവുന്നതാണെങ്കിൽ മാത്രം പരിഹാരം ചെയ്തു പോകുക. വിട്ട് കളയേണ്ടതാണ്, ലെറ്റ് ഗോ ചെയ്യേണ്ടതാണെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക. ഫൊർഗീവ്നെസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഫൊർഗീവ്നെസ് കൊടുക്കുക. അതിനപ്പുറമൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈഗോ ക്ലാഷ് ആണ് മെയിൻ പ്രശ്നം ഇതിനകത്ത്. നിങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഈഗോ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൻ്റെ എനർജി, അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെ എനർജി, ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയൊക്കെ കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ റീഡിങ്സിനകത്ത്. എന്താണേലും 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശക്തമാകുന്ന തടസ്സങ്ങൾ ഉള്ള റിലേഷനായിട്ടാണ് എനിക്കിത് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ പോലും അവർക്കൊരു ഇംബാലൻസിങ് എനർജിയാണ്. കറൻറ്റ്ലിയും അവർക്കൊരു ഇംബാലൻസിങ് എനർജി തന്നെയാണ് നമുക്ക് ഒരു റിലേഷനിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ഉള്ള ബന്ധമാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു പരിധിക്കപ്പുറം കഴിയുമ്പോൾ രണ്ടു പേർക്കും അകന്ന് നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ
കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് മറ്റു വ്യക്തികളുടെ പ്രസൻസും ഒരുപക്ഷെ നിങ്ങളോട് മത്സര ബുദ്ധിയോടുകൂടി, അതായത് നിങ്ങളുടെ ഒരു റിലേഷനിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന വാശിയോടുകൂടി നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മത്സരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മത്സരിച്ച് ആ ഒരു വ്യക്തിയെ പിടിച്ച് നിർത്താൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ബന്ധങ്ങളുണ്ടാവാം. മറ്റു പല കാര്യങ്ങളും ഭൗതികമാകുന്ന മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന മറ്റു പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷനിൽ തടസ്സമായിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം മറ്റാരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ പ്രസൻസ് ഈ ഒരു എനർജിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ എനർജിയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഫാമിലി പരമാകുന്നതാകാം. മറ്റാരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ ഒരു തടസ്സം, കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കിടയിലും എപ്പോഴും ഒരു കോമ്പറ്റീഷൻ എനർജി ആയിരുന്നു. അതായത് മത്സര ബുദ്ധിയോടുകൂടി നിന്നിരുന്നു. ഒരാൾക്ക് മുമ്പിൽ അഭിപ്രായ ഭിന്നതയല്ലാതെ അല്ലെങ്കിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു രീതിയോട് കൂടിയും നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എനർജികളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോഴും മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തതായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം വീഴ്ചയും തകർച്ചയും നിരാശയും തോന്നിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിടയിൽ ഹൈഡ് എനർജികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തു വിട്ടതായിട്ട് കാണുന്നുണ്ട്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെ ശരിക്കും പ്രയത്നിച്ചിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഒരു പരാജയമായിരുന്നു. ഇതിൻ്റെ എല്ലാം കാരണം മറ്റേതൊക്കെയോ എനർജികളുടെ പ്രസൻസ് പുറമേ നിന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും മറ്റാരുടെയൊക്കെ ഒരു പ്രാർത്ഥന ഫലം നിങ്ങളുടെ റിലേഷനെ വല്ലാതെ ഉലച്ചതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. പൊരുത്തപ്പെട്ടു പോകേണ്ട ചില സമയങ്ങളിൽ, മനസ്സിലാക്കപ്പെടേണ്ട ചില സമയങ്ങളിൽ അത് അസാധ്യമായി പോയതായിട്ടുള്ളൊരു എനർജി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. മറ്റ് ഇടങ്ങളിൽ നിന്നും വന്നിരുന്നു നിങ്ങളിലേക്ക് ചില നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ്. ആരുടെയൊക്കെയോ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഒരു സോൾ കണക്ഷൻസ് ഉള്ള ബന്ധമായിരുന്നു നിങ്ങളുടേത്. പക്ഷേ അവിടെ അതിനുള്ള ആ ഒരു ഗുണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആണെങ്കിലും നിങ്ങൾക്കൊരിക്കലും സമാധാനപരമായിട്ട് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റാതെ പോയതായിട്ടാണ് കാണുന്നത്. എത്രത്തോളം നിങ്ങൾ അടുക്കുന്നുവോ അത്രത്തോളം അകലേണ്ടി വന്ന സിറ്റുവേഷൻസുകളും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ തീർച്ചയായിട്ടും അവർക്കൊരു തകർച്ച സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ നൽകുന്ന ഒരു എനർജി വൈബ് തന്നെയാണ് അവരുടെ പിടിച്ച് നിൽക്കൽ, അവരുടെ ബാലൻസിങ് എനർജിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. ഏത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെട്ട് ഒരുമിച്ച് പോകാതിരിക്കുക. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ഇമോഷൻസിൻ്റെ വാല്യൂ അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകാവുന്ന പോസിറ്റിവിറ്റി, ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ വലിയ സക്സസ്സിൽ എത്താൻ പറ്റുന്ന ആ പോസിറ്റിവിറ്റീനെ തകർത്ത് കളയുന്ന തരത്തിലെ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ശക്തമാകുന്ന ബ്ലാക്ക് മാജിക് എനർജി നിങ്ങളുടെ റിലേഷനിൽ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എന്നിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ, ഇത്രയും നെഗറ്റീവ് പ്രസൻസ് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിലനിൽക്കുകയും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുകയും ആ വ്യക്തിയോടൊത്ത് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും പുറത്ത് കടക്കുക എന്നതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് വലിയൊരു വീഴ്ച സംഭവിക്കുക എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ബ്ലാക്ക് മാജിക് ഉണ്ടായിട്ട് പോലും ആ ഒരു വ്യക്തിയും നിങ്ങളും
ഇന്നും നിലനിൽക്കുന്നെങ്കിൽ, ഇന്നും ആ ഒരു ബന്ധത്തിൽ ആ ഒരു ഫോക്കസിങ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക അനുഗ്രഹം കൊണ്ട് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോവുക എന്നത് അവരുടെ ജീവിതത്തിലേക്ക്, അവർ ഏറ്റവും വലിയ ട്രോമയിലേക്ക് വീണു പോകുക എന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ ഒരു ബ്ലാക്ക് എനർജി, അതായത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയെ മറച്ച് കളഞ്ഞത് ഈ ഒരു ബ്ലാക്ക് മാജിക് പ്രസൻസ് നിങ്ങളുടെ റിലേഷനിൽ കടന്നു വന്നതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ മറ്റാർക്കൊക്കെയോ ശക്തമായ അസൂയ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു പോസിറ്റീവ് ബോണ്ട് എനർജിയെ ബേസ് ചെയ്താവാം, നിങ്ങളുടെ ഒരു മാച്ചിങ് എനർജിയെ ബേസ് ചെയ്താവാം, വളരെയധികം ഒരു അസൂയാജനകമാകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രസൻസ് കടന്നു വന്ന. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളാണ് ഈ ഒരു റിലേഷനിൽ ഇരയാക്കപ്പെട്ടത്. തീർച്ചയായിട്ടും നിങ്ങളെ മിസ്യൂസിങ് ചെയ്യപ്പെട്ട പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ, നിങ്ങളുടെ ആത്മന പല രീതിയിലുള്ള സാഹചര്യങ്ങളെയും തളർത്തിക്കളഞ്ഞ, നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന പല പോസിറ്റിവിറ്റികളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുമെല്ലാം ഈ ഒരു എനർജി ബേസിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷനിൽ ശരിക്കും പാസ്റ്റിലേക്ക് നോക്കുമ്പം ഡിഫിക്കൽറ്റി ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, ഡാർക്ക് സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പെയിനും നേരിട്ടതും നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള ഒരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അവിടെ തിരിച്ചു പിടിച്ചാൽ, നിങ്ങളൊരു ഇമോഷണൽ ഇംബാലൻസിൽ നിന്നും ബാലൻസിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇംബാലൻസിങ് എനർജി, കൺഫ്യൂസ്ഡ് എനർജി, നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നും ഒന്നും മാറി നിങ്ങളൊരു വിശ്വാസം അർപ്പിച്ചാൽ, ഒരു പോസിറ്റീവായ എനർജിയിലേക്ക്, അതായത് ഒരു മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആ രീതിയിൽ ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ, നിങ്ങൾക്കൊരു സെൽഫ് ലവിലേക്ക് മാറാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങളിലേക്ക് വരും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പല രീതിയിലുള്ള ആ ഒരു സ്നേഹം, പ്രസൻസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് വരികയാണെങ്കിലെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് അവർ ചിന്തിച്ചു തുടങ്ങും. നിങ്ങളിപ്പോഴും അവരെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവരെന്ന് പറയുന്ന വ്യക്തിയിലാണ് ഇപ്പോഴും നിങ്ങൾ ഒരു പൂർണ്ണത കണ്ടെത്തി നിൽക്കുന്നത്. നിങ്ങളിലല്ല നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നു. അവരും നിങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെ എല്ലാം നിങ്ങൾ മറന്ന് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. അവരുപയോഗിച്ച വാക്കുകൾ, അവർ നിങ്ങളോട് പ്രവർത്തിച്ചത്, അവർ നിങ്ങൾക്ക് നൽകിയ ആ ഒരു അവഗണന, ഇതെല്ലാം നിങ്ങൾ മറന്ന് നിങ്ങൾ ഇപ്പോഴും ആ ഒരു പേഴ്സണിൽ തന്നെ ഫോക്കസ്ഡ് ചെയ്ത് അതാണ് ലോകമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതല്ലാതെ നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ, നിങ്ങളൊരു റിലാക്സിങ് എനർജിയിലേക്ക്, സമാധാനപരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയാൽ 100% നമുക്ക് പറയാൻ സാധിക്കും അവർ ചിന്തിച്ചു തുടങ്ങും, അവർ ആക്ഷൻ എടുത്തു തുടങ്ങും, അവർ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരും. തീർച്ചയായിട്ടും അവരൊരു കർമ്മ എനർജിയിലേക്ക് പോകും കേട്ടോ. നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് അവർക്ക് കർമ്മ ബേസിൽ, കർമ്മ എനർജി കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ടാകുന്നത്. അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മുന്നിൽ ഹൈഡ് ചെയ്ത പല കാര്യങ്ങളും അവർ ബാലൻസ് എനർജിയിലേക്ക് കൊണ്ടുവരും. പാസ്റ്റിലെ അവരുടെ തെറ്റുകളെ അവർ തിരുത്താൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ശക്തമാകുന്ന ഒരു റീയൂണിയൻ എനർജി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. കാരണം അവർക്ക് കർമ്മ നേരിടേണ്ട വ്യക്തിയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്ക് കർമ്മ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അത് അവർക്ക് ഒരു വല്ലാത്തൊരു സ്പിരിച്വൽ വിസ്ഡം എനർജിയിലേക്ക്, ഒരു വിവേകത്തിലേക്കാണ് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അത് അവർക്ക് ബാലൻസിലേക്ക്, പാസ്റ്റിലെ കാര്യങ്ങളെ തിരുത്താനുള്ള ഒരു അവസരമുണ്ടാകും. അതേസമയം മക്കളെ, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളിപ്പോഴും അവരാണ് വലുത്, അവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പം അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ വളരെയധികം പോസിറ്റീവായിട്ട് അവരുടേതാകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു. അവർക്കൊന്നും തിരിച്ചറിയാനോ തിരുത്തേണ്ടതോ ആയ അവസരം വരുന്നില്ല. ആ ഒരു ചിന്തയിലേക്ക് അവരെത്തിച്ചേരുന്നില്ല. നിങ്ങൾക്കിടയിൽ ഈ ബ്ലാക്ക് മാജിക് പോലുള്ള പ്രസൻസ് ക്രിയേറ്റ് ചെയ്തവരും
കറൻ്റിലി സേഫായിട്ട് നിൽക്കുകയാണ്. കാരണം നിങ്ങളിപ്പോഴും ആ ഒരു എക്സ്പീരിയൻസിലാണ്, അതായത് ആ ഒരു കർമ്മ ബേസിൽ നിൽക്കുന്നത് കൊണ്ട്. അപ്പം സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയാൽ മാത്രമാണ് മാറ്റങ്ങൾ നമുക്ക് ബന്ധത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇൻഡിസിഷൻ എനർജിയാണ്. ഒരു തീരുമാനവും എടുക്കാൻ പറ്റാതെ അവർ നിൽക്കുന്നിടത്ത് നിന്നും അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ശോഭനാത്മകമായി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് മാറുക, നിങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ പിന്മാറി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നഷ്ടത്തിൻ്റെ ആഴം, അവരെന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ, അവരൊരു ഡിസിഷൻ എടുക്കാതെ പോയത്, അവർക്കൊരു തീരുമാനം ഇല്ലാതെ പോയത്, കയ്യിൽ കിട്ടിയത് മാണിക്യമായിരുന്നോ അല്ലയോ എന്നുള്ളതെല്ലാം അവർ തിരിച്ചറിയാൻ പോകുന്നത് നിങ്ങൾ പിന്മാറി കഴിയുമ്പം തന്നെയാണ്. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അവരുടെ തീരുമാനങ്ങളിൽ മെയിൻ സ്ഥാനം അവർ നിങ്ങൾക്കായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് നൽകുക, അല്ലെങ്കിൽ നിങ്ങളോട് അവരൊരു ഓപ്പർച്യൂണിറ്റീസ് ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഈ റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവുമില്ല. നിങ്ങൾ ബന്ധത്തിൽ നിന്നും മാറുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്ന കർമ്മ അവസാനിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ റിലേഷനിൽ എപ്പോഴും അവരുടെ പ്രസൻസ് ഇല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പം കർമ്മയുടെ ടൈം മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ എവിടെയാണോ പവർ കൊടുക്കാൻ പറ്റുന്നത്, എവിടെയാണോ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്കൊരു എൻഡിങ് വരുത്താൻ സാധിക്കുന്നത്, ആ സെക്കൻഡിൽ നിങ്ങളുടെ കർമ്മ ഹീലിംഗ് സംഭവിക്കുകയാണ്, അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ജന്മം എക്സ്പീരിയൻസ് ചെയ്യേണ്ട നെഗറ്റീവാകുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു ബന്ധങ്ങളിൽ പോലും ശക്തമാകുന്ന മാറ്റം വരും. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മാറ്റം വരും. നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങളിലേക്ക് മാറ്റം വരും. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലും ഫിസിക്കൽ ബ്യൂട്ടിയിലും എല്ലാം മാറ്റം വരും. നിങ്ങൾ ഈ റിലേഷനിൽ നിന്നും ഒരു അടി പിന്നോട്ട് മാറുകയാണെങ്കിൽ അത് ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയിലേക്കും അവർക്കൊരു പാഷൻ എനർജി ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളാണ് അവർക്ക് പ്രിയപ്പെട്ടതെന്നുള്ള ഒരു ഫീലിങ്സിലേക്കും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യാനും നിങ്ങളെ തേടി വരാനും ഇടവരും. റീബർത്ത് എനർജി ഇതിനകത്ത് നോ കോണ്ടാക്റ്റും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലൊക്കെ നിൽക്കുന്നവരിലേക്ക് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ശക്തമാകുന്ന ബ്ലെസ്സിങ്സോട് കൂടി ഒരു റീബർത്ത് എനർജിയാണ്. അതായത് കഴിഞ്ഞു പോയതിനെ എല്ലാം മറന്നു കളഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു സിറ്റുവേഷൻ, പുതിയൊരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുമെന്നതും നിങ്ങൾ മനസ്സിലാക്കണം. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തിരിച്ചു വരിക, റീയൂണിയൻ എന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ബന്ധത്തിലാണെങ്കിലും അതിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു സ്വരച്ചേർച്ച കുറവൊക്കെ മാറി പൂർണ്ണതയോടുകൂടി, അതായത് ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ വളരെ ശക്തമായിട്ട് വിശകലനം ചെയ്ത് തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷനെ അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇനി വരാൻ പോകുന്നതാണ് സൗഭാഗ്യ കാലഘട്ടം എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഒരു സെക്കൻഡ് ചാൻസ് എനർജി, രണ്ടാം ഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പെർഫെക്റ്റായ വിജയമെന്നു കൂടിയാണ് നമുക്ക് എനർജിയിൽ കാണിച്ചു തരുന്നത്. മുന്നും പിന്നും നോക്കാതെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരും. എവിടെയൊക്കെയാണോ ബാലൻസ് ഇല്ലാണ്ട് പോയത്, എവിടെയൊക്കെയാണോ തെറ്റുകൾ സംഭവിച്ചത്, അതെല്ലാം അവർ ക്ലാരിറ്റി വരുത്തുമെന്ന് കൂടിയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അവരൊരു പക്വതയോടുകൂടി ഒരു മെച്യൂരിറ്റി സിറ്റുവേഷൻസിലേക്ക് അവരൊരു പക്വതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കും. അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവർ സ്റ്റേണായിട്ട് നിൽക്കുകയും അവരുടേതാകുന്ന എല്ലാ കാര്യങ്ങളും അവർ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്തു പോകും. ഒരു പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഉത്തരവാദിത്തങ്ങളില്ലാതെയും നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെയും റെസ്പെക്റ്റ് എനർജിയിൽ നിൽക്കാതെയും നിങ്ങളെ യാതൊരു രീതിയിലും അംഗീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ അവരുടെ പൂർണ്ണത
അറിയാതെയായിരിക്കും നിങ്ങൾക്ക് ഇനി ആ റിയൂണിയനെ പ്രസൻസ് ചെയ്ത് വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങളൊന്ന് ഈ ഒരു വ്യക്തിയിലേക്കുള്ള ഫോക്കസിങ് മാറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് എന്നുള്ള ചിന്തയിലേക്ക്, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നടക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പെയിനിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരാൻ സാധിക്കുകയുള്ളൂ. അവർ നിങ്ങളെ ടോക്സിക് ആയിട്ടാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നതെല്ലാം നിങ്ങൾ വാശിയോടുകൂടി ചോദിച്ച് പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളിൽ നിന്നുള്ള ഓരോ ബിഹേവിയറും അവർ വളരെ ടോക്സിക് ആയിട്ടാണ് കാണാൻ ശ്രമിക്കുന്നത്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു ഭാവവും കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു അടി പോലും അവർ ഒരു സ്വാതന്ത്ര്യം അവരിലേക്ക് നൽകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു വാശി കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കണമെങ്കിൽ, അവർക്കൊരു വാല്യുബിളാണ്, അവർക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്നവർ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസിലേക്ക് ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക. ഒരു പക്ഷേ നിങ്ങൾ കോളും മെസ്സേജും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടും റിപ്ലൈയോ കാര്യങ്ങളോ ഇല്ലാണ്ട് നിങ്ങളെ വളരെ ശക്തമായിട്ട് അവർ അവഗണിക്കുന്നുവെങ്കിൽ, നിങ്ങളവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞുവെങ്കിൽ നിങ്ങളും അതേപോലെ തന്നെ ഒന്ന് പിന്മാറി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ലഭിക്കാത്ത വിധം നിങ്ങൾ മറ്റെന്തിലേക്കോ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണ അവരിൽ വരുത്തുക എന്നതാണ് നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല നിങ്ങളിപ്പോൾ ഒന്ന് എസ്കേപ്പിംഗ് എനർജിയിൽ നിൽക്കണം. അവർക്കൊരു ക്യൂരിയോസിറ്റി തോന്നണം, നിങ്ങൾ എവിടെ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു എസ്കേപ്പിംഗ് എനർജിയിൽ നിൽക്കുക. അതായത് ഒന്ന് ഒളിച്ചിരിക്കുക എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ കൺട്രോളിൽ വരണമെങ്കിൽ നിങ്ങളത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അബണ്ടൻസ് ആണ് കേട്ടോ. നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മദർഹുഡ് എനർജി പോലെ, ഒരു മദറിനെ പോലെ നിങ്ങൾ അവരെ പരിപാലിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അവരുടെ കുറവുകളെ ഒന്നും നിങ്ങൾ വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷെ അവർ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നിങ്ങളുടെ ഒരു ശ്വാസം പോലും അവർ കുറ്റപ്പെടുത്തിയ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ മോശമാക്കി കണ്ടിരുന്ന ഒരു എനർജി, വാല്യൂ ഇല്ലായിരുന്നു നിങ്ങൾക്ക് അവരുടെ മുന്നിൽ കേട്ടോ. അവരൊരു വാല്യുബിൾ ആയൊരു പേഴ്സണായിട്ട് നിങ്ങളെ കാണാൻ ശ്രമിച്ചില്ല. കാരണം എത്രയൊക്കെ ആട്ടിയാലും തുപ്പിയാലും നിങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നവർക്ക് മനസ്സിലായി. അതോടുകൂടി നിങ്ങൾക്കുണ്ടായിരുന്ന വില, നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു വാല്യുബിൾ എനർജി നഷ്ടപ്പെട്ടു പോയെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി ഹോൾഡ് ചെയ്യും, അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുമെന്നുള്ള ഒരു ചിന്ത അവരെ വല്ലാതെ, അതായത് അവർക്കുടെ മനസ്സിൽ അതൊരു ആഴത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇവിടെ കാണുന്നത്. കൂടാതെ തന്നെ പാസ്റ്റിലേക്ക് നോക്കുമ്പം ഒരു പക്ഷേ ഒരു മദർ എനർജിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷൻ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊക്കെ ഇരിക്കുന്ന, കുറച്ച് വാക്കിനൊക്കെ വിലയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നു. അതുപോലെ പേരൻസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആകുന്ന, ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒന്നിലധികം പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തൊരു വേൾഡ് കാർഡ് എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ട്രാപ്പിലായി പോയൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ എടുത്തു കാണിക്കാൻ പാകത്തിനുള്ള സാഹചര്യങ്ങൾ, ഒരു ഇമോഷണലി നിങ്ങളെ മിസ്യൂസിങ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളെയും അവരെയും തമ്മിൽ കണക്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തിയ ചില സിറ്റുവേഷൻസുകളും ചില വ്യക്തികളുടെ പ്രസൻസും എല്ലാം ഈ ഒരു എനർജിയിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിന്നാൽ, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നൊന്ന് മാറി നിന്നാൽ മാത്രമാണ് നിങ്ങളുടെ ആ ഒരു മിസ്സിങ് ഫീലിങ്സ്, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ആ ഒരു എനർജി അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർ പല രീതിയിലും മനസ്സിലാക്കുന്നുണ്ട്, അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം
അപ്പം ആ മാർഗ്ഗങ്ങളെല്ലാം ഒന്ന് നിങ്ങൾ അടച്ചു വെച്ച് ശരിക്കും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക കേട്ടോ. അവരിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങളിങ്ങ് പോരുക. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളൊന്ന് ബ്ലോക്കാക്കി ഇടുക. അതുപോലെ തന്നെ ഒരു രീതിയിലും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസും അവർക്ക് കിട്ടാത്ത വിധം ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ പോലും നിങ്ങളൊരു ചെറിയൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. ശക്തമായിട്ട് നമ്മൾ പറയാറുള്ള അഫർമേഷൻസ് എഴുതുക. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വിധി, ഒരു യോഗമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കാതെ വരുമ്പം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അവരുടെ ഉള്ളിൽ ഒരു സ്ട്രെസ് എനർജി ഫീലിങ്സ് വരും. അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ക്രിയേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ എനർജിയിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ.